ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയിൽ ചോദിക്കുകയാണ്. നിലവിൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ ഒരുപാട് പാളിച്ചകളില്ലേ? അല്ല, അത് ഒന്ന് കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമുണ്ട്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ സ്വാധീനം രാഷ്ട്രീയത്തിൽ ചെലുത്തുന്ന വിവരസാങ്കേതിക വിദ്യ പണ്ടത്തേക്കാളും നല്ല എക്കാലത്തേക്കാളും കൂടുതലായി രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കപ്പെടുന്ന, വളരെ ഫാസ്റ്റായി മൂവ് ചെയ്യുന്ന, ട്വിസ്റ്റ് ചെയ്യുന്ന, ചേഞ്ച് ചെയ്യുന്ന പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പാണ് നിലവിലുള്ളത്. അതനുസരിച്ച് കോൺഗ്രസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങളൊരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ബട്ട് അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ബേസ്ഡ് ആണല്ലോ. അപ്പോൾ ഇന്ന് രാജ്യത്ത് രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലാണ് പോരാട്ടവും മത്സരവും നടക്കുന്നത്. ഒന്ന് മതേതര ജനാധിപത്യ ചേരിയും മറ്റൊന്ന് വർഗീയ ഫാസിസ്റ്റ് ചേരിയുമെന്ന് തന്നെ തീർത്ത് പറയാം. അവരെ അങ്ങനെ അതൊരു വിമർശനമായിട്ട് അവർ കാണുന്നില്ല. ദ അക്സെപ്റ്റ് ദാറ്റ് വി ആർ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇതിൽ വി ഹാവ് എ വെരി പവർഫുൾ ഐഡിയോളജി വിത്ത് അസ്. കാരണം പ്രത്യേകിച്ച് ഇന്ത്യ എന്ന ഒരു രാജ്യത്തെ നമ്മൾ നോക്കുമ്പോൾ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യയുടെ ഒരു ഐഡിയോളജി ആയിരിക്കേണ്ടതും ഇന്ത്യക്ക് ആവാൻ കഴിയുന്നതും നമ്മുടെ കോൺഗ്രസ് പ്രദാനം ചെയ്യുന്ന ഐഡിയോളജിയോട് ചേർന്നാണ്. സോ അതാണത് കോൺഗ്രസിൻ്റെ ദ മോസ്റ്റ് പവർഫുൾ ടൂൾ. റഷ് ടൈമിൽ ഇന്ന് പണത്തിൻ്റെ സ്വാധീനം വലുതായിട്ടുണ്ട്. BJP കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരിക്കുന്നു. അവർ അധികാരത്തിലിരുന്നു കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഘടനാശേഷിയും സാമ്പത്തിക ശേഷിയും ഒക്കെ അതുമൊക്കെ പൊളിറ്റിക്സിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതൊക്കെ ഒരു ചലഞ്ചസ് തന്നെയാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ കഠിനാധ്വാനം കൊണ്ടാണ് കഴിയുക. പ്രവർത്തകരുടെ കഠിനാധ്വാനം എന്ന് പറയുമ്പോൾ അതിന് ആദ്യം നേതാക്കന്മാർ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകണം. രാഹുൽ ഗാന്ധി ഈസ് ഷോയിങ് ദ വേ ദാറ്റ് വേ. അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര, രണ്ടാമത്തെ ഭാരത് ജോഡോ ന്യായ് യാത്ര, രണ്ടും ഒരു ഗ്രേറ്റ് എഫേർട്സ് എന്ന് പറയാം. അപ്പോൾ ആ നിലയിൽ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങളുടെ പോരായ്മകളെ കടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്ക്. പോരായ്മകളുണ്ട് എന്ന് സമ്മതിക്കാൻ കഴിയും. അല്ല, തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ, സംഘടനാപരമായിട്ട് സാമ്പത്തിക ശേഷിയൊക്കെ വെച്ച് നോക്കുമ്പോൾ BJP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിലൊക്കെ ഒരുപക്ഷെ ഷോർട്ട് കമ്മിങ്സ് ഉണ്ട് എന്ന് പറയുന്നത് തെറ്റണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരോട് തന്നെ വളരെ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നതേ, ഈ കോൺഗ്രസിന്റെ പുറത്തുനിന്ന് കാണുമ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ അനുകൂല ഘടകങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ അതിൻ്റെ വിജയത്തിനടുത്തേക്ക് വരാതിരിക്കുന്നതിൻ്റെ കാരണം സംഘടനയ്ക്കുള്ളിലെ ചില പ്രശ്നങ്ങളാണ്. അത് മുൻകാലങ്ങളിൽ അതിനെ നമ്മൾക്ക് ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ് നമ്മൾ കുറേ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ കളികൾ കുറേ കണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പം അത്ര തരത്തിലുള്ള ഗ്രൂപ്പ് വലിയ വർക്കൗട്ട് ആവുന്നില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിലുള്ള ഒത്തൊരുമയുടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു എന്നാണ് പലരുടെയും വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ. അപ്പം അതിനോടൊക്കെ എങ്ങനെയാണ്, അതൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക അടുത്ത ഇലക്ഷനിലേക്ക്? അല്ല, അതൊരു കൺസേൺ എന്ന് പറയുന്നതിനേക്കാളുപരി ആളുകൾക്ക് കോൺഗ്രസ് നേതാക്കന്മാർ ഭിന്നസ്വരത്തിൽ സംസാരിക്കുന്നത് കോൺഗ്രസിനെ അനുകൂലിക്കുന്നവർക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റാണ്. അത് കാണുമ്പോൾ ഞങ്ങളോട് ഈ പറയുന്നത് പോലെ തന്നെ പലരും ചോദിക്കുകയാണ്, നിങ്ങൾ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ലേ, നിങ്ങൾ ഇനിയും തമ്മിലടിക്കുകയാണ്. അത് ആ കോൺഗ്രസിനുള്ള സ്നേഹം കൊണ്ടും ആ ഒരു കൺസേൺ കൊണ്ടുള്ള ചോദ്യമാണ്. പക്ഷേ ചെറിയ ചെറിയ സംഭവങ്ങൾ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്, ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. അവരതനുസരിച്ച് മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലാണ്. അവരിപ്പോൾ വളരെ ഐക്യത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഒരുമയോടുകൂടിയാണ് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. തിങ്സ് വിൽ ഇംപ്രൂവ് ഓവർ ദ ടൈം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ഈ ജോഡോ യാത്ര വലിയൊരു മാറ്റം കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെയും ഒരു വിജയത്തിലേക്ക് എത്തിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ ശരിക്കും? പിന്നെ ഭാരത് ജോഡോ യാത്ര വാസ് ഹ്യൂജ് സക്സസ്, ഒരു സംശയവും വേണ്ട. കാരണം ഈ അടുത്ത കാലത്ത് ഇന്ത്യ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ ആക്ഷൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റുള്ള ഒരു പൊളിറ്റിക്കൽ മൂവായിരുന്നു ഭാരത് ജോഡോ യാത്ര. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നമ്മൾ കണ്ടല്ലോ, തെരഞ്ഞെടുപ്പുകളിൽ തന്നെ കണ്ടു. ഈവൻ നോർത്ത് ഇന്ത്യയിലും കോൺഗ്രസിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേച്ചർ ലിഫ്റ്റ് ചെയ്യാൻ ആ യാത്ര ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പ്രൊഫൈലും ഈക്വലി കോൺഗ്രസിൻ്റെ ഒരു പൊളിറ്റിക്കൽ റെലവൻസും പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റും ഡിറ്റർമിനേഷനും ഒക്കെ ദ ഹോൾ പൊളിറ്റിക്കൽ വീൽ
ലിഫ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭാരത് ജോഡോ യാത്ര വാസ് ഹ്യൂജ് സക്സസ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഒരു കണ്ണുണ്ടോ? കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് പോവാം, ഇവിടത്തേക്കാൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പം കെ സി വേണുഗോപാലിന് പിള്ളയുള്ള ആളുകളൊക്കെ ആയിട്ടുള്ള അടുത്ത ബന്ധവും ആ രീതിയിലൊക്കെയുള്ള പ്രവർത്തനം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അങ്ങനെ ഒരു ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ശ്രദ്ധയൊക്കെ മനസ്സിൽ ഭാവിയിലേക്കുണ്ടോ? ഇല്ലില്ല, കാരണം ഞാൻ ആക്ച്വലി ആഗ്രഹിച്ചിരുന്നത് പാർലമെൻറ്റിൽ മത്സരിക്കാനാണ്, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പോകാനായിരുന്നു എൻ്റെ ഒരു താല്പര്യം. അതിന് വേണ്ടിയിട്ട് അതിനുവേണ്ടിയാണ് ഒരു താല്പര്യമാണ് പാർട്ടി പ്രകടിപ്പിച്ചിരുന്നത്. പക്ഷെ പാർട്ടി എന്നെ നിയോഗിച്ചത് സംസ്ഥാനത്ത് പ്രവർത്തിക്കാനാണ്. നൗ ഐ എം ഹാപ്പി വിത്ത് ദിസ്. അപ്പോൾ ഈ ദൗത്യം തുടരും. തൽക്കാലം എന്താണേലും മറ്റ് ചിന്തകളോ മറ്റ് ഇതോ ഒന്നുമില്ല. സ്ഥാനമാനങ്ങളെ ഒന്നും ഞാൻ കാണുന്നില്ല, കസേരകളെ ഒന്നും കാണുന്നില്ല. അങ്ങനെയൊന്നുമില്ല, വരാനുള്ള സമയത്ത് വരും. നമ്മളിപ്പോഴേ മുൻകാലങ്ങളിലെ കോൺഗ്രസ്സുകാരുടെ മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ കടന്നു പോയല്ലോ. ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ കരുണാകരൻ, അത് കഴിഞ്ഞിപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് എ കെ ആൻ്റണി വരെ നിൽക്കാമെന്ന് പറയാം. അപ്പോൾ ഈ നേതാക്കന്മാരെയൊക്കെ നമ്മൾ നിരന്തരം കാണുകയാണ്. അപ്പോൾ ബൂത്ത് തലങ്ങളിൽ മുതൽ ഹൈക്കമാൻഡ് വരെ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വിസിബിൾ ആയിരുന്നു. നേരിട്ട് കാണാൻ അല്ലെങ്കിൽ കാണുന്ന ആളുകൾക്ക് അത് അറിയാം അവരെത്രത്തോളം ഉണ്ടെന്നുള്ളത്. പുതിയ നേതാക്കന്മാരിൽ അത്തരത്തിലുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ലാതെ കാലഘട്ടത്തിൻ്റെ മാറ്റവും അതിൻ്റെ അകത്തൊരു കാര്യമാണ്. കാരണം പഴയ കാലത്തെ അതേ രാഷ്ട്രീയ ചേരുവകളോ ശൈലികളോ അല്ലെങ്കിൽ അതേ അപ്രോച്ചോ അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. ഇന്ന് അതിനേക്കാളും അനന്തമായ സാധ്യതകളും അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തേണ്ട കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതേ കാര്യമായിട്ട് കമ്പയർ ചെയ്യുന്നത് അത്ര കറക്റ്റായിരിക്കും എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി കെ കരുണാകരൻ, ഉമ്മൻചാണ്ടിയും കെ ആന്റണിയും ഒക്കെ ടവറിങ് ലീഡേഴ്സായിരുന്നു, മാസ് അപ്പീലുള്ള നേതാക്കന്മാരായിരുന്നു. കോൺഗ്രസ്സിന് അങ്ങനെയുള്ള നേതാക്കന്മാർ ആവശ്യമാണ്. ആ ഒരു അടിസ്ഥാന കാര്യത്തിൽ മാറ്റമില്ല. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഓവർ ആർച്ചിങ് ലീഡർഷിപ്പിൻ്റെ ഒരു അഭാവമുണ്ട്. കാരണം ഒരു ജനറേഷൻ ചേഞ്ച് വന്നിട്ട് അതിനിപ്പോൾ അതായത് ഇപ്പോൾ കേരളത്തിലെ എ കെ ആൻ്റണി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, കരുണാകരൻ, അതിന് ശേഷം ആ നിലയിലൊരു നേതാവ് ഭരണതലത്തിലോ പാർട്ടി തലത്തിലോ ഇതുവരെ അങ്ങനെയൊന്നും പ്ലേസ്ഡ് ആയിട്ടില്ല. സോ അത് നാച്ചുറലി സംഭവിക്കുന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ അതിനുവേണ്ടി കോൺഗ്രസ് അങ്ങനെ ഒരു പ്രിപ്പറേഷന് തയ്യാറെടുപ്പുണ്ടോ? മുന്നിൽ നിർത്താൻ അങ്ങനെ ഒരു നേതാവ് ഇല്ല എന്നുള്ളത് വലിയൊരു ശൂന്യത സൃഷ്ടിക്കുന്നുണ്ട്. അത് അണികളിലുമുണ്ട്, പുറത്തു നിന്ന് കാണുന്ന ആളുകൾക്കുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർക്കുള്ളിലും എല്ലാം അത് നമ്മൾ പ്രത്യക്ഷമാണത്, ഈ പറയുന്ന വാക്കും എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കവറപ്പ് ചെയ്യാൻ എന്താണ് കോൺഗ്രസ് ചെയ്യാൻ? അല്ല, ഞാൻ പറയുന്നത് നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പടിയുടെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ലൈൻ ഓഫ് ലീഡേഴ്സ് ഞങ്ങൾക്കുണ്ട്. അതായത് ഇപ്പോൾ KPCC പ്രസിഡന്റ്, പ്രവർത്തകരുടെ വലിയൊരു ഇതുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വൈബ്രൻസി ഉള്ള ഒരു നേതാവാണ്. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ KC വേണുഗോപാൽ ദേശീയ തലത്തിൽ ഇത്രയും ശക്തനായി പവർഫുള്ളായി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ട് കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പിന്നെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഉണ്ട്, അതിൻ്റെ പുറകെ VD സതീശൻ ഉണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, കെ മുരളീധരനുണ്ട്. അപ്പം അങ്ങനെ ഒരു ശശി തരൂരുണ്ട്. ലൈൻ ഓഫ് ലീഡേഴ്സ് നമുക്കിങ്ങനെ നിൽക്കുന്നുണ്ട്. ബട്ട് വൺ സ്റ്റെപ്പ് മോർ വരും. അത് നാച്ചുറലി ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്നത്. അതായത് മേ ഹാവ് ടു വെയിറ്റ്. അതിനുള്ളൊരു സമയം നമ്മുടെ മുന്നിലുണ്ടോ? ഉണ്ട്. അത് നാച്ചുറലി സംഭവിക്കും. അത് അങ്ങനെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. കാരണം ഇവരെല്ലാവരും എങ്ങനെയാണ് നിങ്ങൾ നോക്കിയാൽ അറിയാം. കെ കരുണാകരൻ പലവട്ടം മുഖ്യമന്ത്രിയായിരുന്നു. എ കെ ആൻ്റണി പലവട്ടം മുഖ്യമന്ത്രിയായി. ഉമ്മൻചാണ്ടി 2 മുഖ്യമന്ത്രിയായി, ദീർഘകാലം മന്ത്രിയായി, പാർട്ടിയെ നയിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം അതൊക്കെ ഇതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതിലേക്ക് വരാം. അതായത് സംഘടനാ തലത്തിൽ കുറച്ചും കൂടി സ്ട്രെങ്ത് ഉള്ള നേതാക്കന്മാരായിരുന്നു അവരൊക്കെ, അല്ലെ? കുറച്ചും കൂടി സംഘടനാ മികവിൽ അവരെ സംഘടനയെ കൂട്ടി നിർത്തുന്നതിൽ കുറച്ചും കൂടിയൊക്കെ മികവ് കാണിച്ച നേതാക്കന്മാരാണ് പറഞ്ഞ ആളുകളൊക്കെ തന്നെ. മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയ അധികാരന്മാരായ കോൺഗ്രസിനുള്ളിലെ നേതാക്കന്മാരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ മാത്യു കുഴൽനാടൻ എന്ന ഒരു പൊളിറ്റീഷ്യൻ ആ രീതിയിൽ സംഘടനാ തലത്തിലാണോ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്? ഇപ്പോൾ എന്നെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിയമസഭാ സാമാജികൻ്റെ ഉത്തരവാദിത്വമാണ്. അതുണ്ട്. അത് സ്വാഭാവികമായിട്ട് MLA എന്ന നിലയിൽ
ഞാൻ അത് കഴിവതും നന്നായി ചെയ്യാനും നിയമസഭയിലും ഏറ്റെടുക്കുന്ന വിഷയങ്ങളിലും പാർട്ടിക്ക് വേണ്ടി എന്നാൽ കഴിയുന്നതുപോലെ ആ ഒരു പദവിയോ അല്ലെങ്കിൽ ആ ഒരു ജോലിയോ അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തമോ നിറവേറ്റാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘടനാപരമായിട്ട് അങ്ങനെ ഞാൻ കോൺഗ്രസിൻ്റെ ഒരു ഓർഗനൈസേഷണൽ മിഷനറിയിൽ ഞാൻ അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വന്നിട്ടില്ല. ആ പാർട്ടി ആവശ്യപ്പെട്ടാൽ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതല്ല, ഇപ്പം നമ്മൾ ഏൽപ്പിച്ച ഇതായതുകൊണ്ടാണ്. ആ ചോദ്യം ചോദിക്കാൻ ഒരു കാരണമുണ്ട്. അതായത് ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോൾ പാർട്ടി കൂടെയുണ്ട്, പാർട്ടി നമ്മുടെ കയ്യിൽ ഉള്ളിലുണ്ട് എന്ന് പറയുമ്പോൾ അത് വേറൊരു സ്ട്രെങ്ത് ആണ്. അതാണ് ഇപ്പോൾ സംഘടനാ തലത്തിൽ ആ ഒരു പ്ലാനിങ് മനസ്സിലുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം. അല്ല, അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മളെല്ലാം അങ്ങനെ ഒരു സ്കീം ചെയ്ത് പോകും, അങ്ങനെയല്ലല്ലോ. അതൊക്കെ ഈ പറഞ്ഞ മാതിരി ദാറ്റ് ഷുഡ് ഹാപ്പൻ നാച്ചുറലി, ഓർഗാനിക്കായിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ചെയ്യുന്നതിന് പ്രവർത്തകരുടെ ഒരു സ്നേഹവും പ്രവർത്തകരുടെ അംഗീകാരവും പ്രവർത്തകരുടെ ആവേശമൊക്കെ ഉണ്ട്. അതൊക്കെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ പൊളിറ്റിക്കൽ പ്രോസസ്സ്. അപ്പോൾ അത് പാർട്ടി ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. പ്രവർത്തകരുടെ പിന്തുണ എന്ന് പറയുന്നതാണ്, പ്രവർത്തകരെന്ന് പറയുന്നതാണ് പാർട്ടി. പിന്നെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളും മറ്റു കാര്യങ്ങളും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ പാർട്ടിയുടെ പിന്തുണ എന്ന് വെച്ചാൽ പ്രവർത്തകരുടെ പിന്തുണയാണ് ഏറ്റവും വലിയ കാര്യം. ദാറ്റ് ഈസ് വെരി മച്ച് ദയർ. സോ അതൊന്നും പ്രോബ്ലം. ലീഡേഴ്സും എൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ആണെങ്കിൽ എന്നെ ഈ വിഷയത്തിൽ എന്നെ നിയോഗിച്ച് എനിക്ക് പിന്തുണയും എനിക്ക് പെർമിഷനും എനിക്കെല്ലാം തന്നുകൊണ്ടാണല്ലോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ് വേ ഐ എം ഓക്കെ, കംഫർട്ടബിൾ.